നമുക്കൊരു മെഷീൻ പാർസൽ വന്നതാണ് കേട്ടോ ഈ പ്ലൈവുഡിൻ്റെ ബോക്സിൽ. അപ്പോൾ ബോക്സ് നോക്കിയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊരു ബോക്സ്, നല്ല വലിപ്പമുള്ള ബോക്സ്. അപ്പോൾ വെറുതെ എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനങ്ങ് ഭയങ്കര ഐഡിയാസ് ആയിരുന്നു കേട്ടോ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പം അങ്ങനെ സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചു. ഒരു ബ്രൗൺ കളറാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വല്ല സ്റ്റോറേജിന് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ബ്രൗൺ കളറ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നല്ലോണം കളറടിക്കാമെന്ന് വിചാരിച്ചു. കളറടിച്ച് കഴിഞ്ഞപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് അങ്ങ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കാവേ. പുറമേ 4 വശം അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ബോട്ടിൽ തീർന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ബോട്ടിലും കൂടി വാങ്ങിച്ചു. പിന്നെ അപ്പോൾ ഏതായാലും വാങ്ങാൻ പോണേല്ലേ, അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഡിസൈനും കൂടി നമുക്ക് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ന്യൂസ് പേപ്പർ എല്ലാം സ്റ്റെൻസിൽ കട്ട് ചെയ്തിട്ട് ആ ഡിസൈൻ അങ്ങ് കട്ട് ചെയ്ത് എടുത്ത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അത് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ വൈറ്റ് സ്പ്രേ പെയിൻറ്റും കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ 10 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഈ സ്റ്റെൻസിൽ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇച്ചിരി ടൈം പോയുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റെൻസിൽ എന്നിട്ട് സ്പ്രേ പെയിൻറ്റ്, വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാവേ. ഇതിപ്പോൾ എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നല്ല എളുപ്പമുള്ള പരിപാടിയല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനുമായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ മേളിൽ ഒരു ഡിസൈൻ ചെയ്തു. അങ്ങനെ തന്നെ 4 വശത്തും അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് കിട്ടി. ഇത് സൈഡിലൊക്കെ വെക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു മിറർ അതിൻ്റെ മേളിൽ വെക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ്. നമുക്ക് ഒരു ഡ്രസ്സിങ് ടേബിൾ ആക്കാനായിട്ട് ഒരു ചെറിയ സ്പേസിൽ അങ്ങനെ വെക്കാനായിട്ടാണെങ്കിലും നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഒരു വലിയ മിറർ അങ്ങോട്ട്